ദാമോദർ പ്രസാദ്, ഇങ്ങനെ ഒരു തട്ടിപ്പരങ്ങേറിയെന്നത് അവരുടെ അനുഭവങ്ങൾ അടക്കം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. ഒരു സംവിധാനത്തിൽ നിന്നും ഇതിനെതിരെ ഇത് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും യാതൊരു തരത്തിലും ഉള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതാ ഇപ്പോൾ അവസാനം പറഞ്ഞയാൾ നമ്മളോട് ആദ്യം സംസാരിച്ചയാൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിന് ശേഷമാണ് അയാൾ മറ്റു തട്ടിപ്പുകൾ നടത്തിയത് എന്ന്. പക്ക ക്രിമിനലുകളായിട്ടുള്ള അത് ഫ്രോഡുകളായിട്ടുള്ളവർ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് കണ്ടുള്ള വിശ്വാസവഞ്ചന, അതുപോലെ പണാപഹരണം, അതുപോലെ തന്നെ സർക്കാർ മുദ്രകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വലിയ ക്രിമിനൽ കുറ്റം. അതായത് പുതിയ BNS നിയമം അനുസരിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകേണ്ട കേസുകളാണ് ഈ 3 എണ്ണം ചെയ്തിട്ടുള്ളത്. ഈ 3 ക്രിമിനലുകളുടെ പേര് ഞാൻ മാതൃഭൂമിയുടെ ഏതൊരു വാർത്തയിൽ ഇവരുടെ വീട് കണ്ടു. ഇവരെയൊക്കെ വലിയ റെസിഡൻഷ്യൽ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് റെസിഡൻഷ്യൽ ഏരിയയുടെ വീട് കണ്ടു. അതായത് വളരെ സമ്പന്നരായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്തൊക്കെ ഒരുപക്ഷെ വലിയ ബന്ധങ്ങളും സൗഹൃദങ്ങളുള്ള ആൾക്കാരായിരിക്കും ഇവർ. ഈ ഫ്രോഡുകൾ, ഈ ക്രിമിനൽ, ഈ 3 എണ്ണത്തിൻ്റെ പേരെന്ന് പറയുന്നത് ബെന്നി പെരുവന്താനം, മറ്റൊന്ന് രാജേഷ്, അഗസ്റ്റിൻ, ഭുവനേന്ദ്രൻ എന്നൊരു കണ്ടു. ഇതിൽ ഈ ബെന്നി പെരുവന്താനം എന്ന് വിളിക്കുന്ന കഥാപാത്രം എന്ന ക്രിമിനൽ, കള്ള ക്രിമിനൽ ഈ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമോ എന്നുള്ള വാർത്ത എവിടെയോ കണ്ടു. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഇവർ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന സ്ഥിരം മെത്തേഡാണ്. എങ്ങനെയാണ് ഇരകളെ ട്രാപ്പ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണുന്നത് മോൻസൺ മാവുങ്കലിൻ്റെയും അതുപോലെ തന്നെ സോളാർ കേസിനെയും അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ തട്ടിപ്പാണ് കേരളത്തിൽ 1 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ സംവിധാനം ഒന്നും അറിയുന്നില്ല. ഇവിടെ നമ്പർ 1 കേരളം ഒന്നും അറിയുന്നില്ല, നമ്പർ 1 പോലീസൊന്നും അറിയില്ല. ആ പോലീസിൻ്റെ അടുത്ത്, ഇരട്ടി പോലീസിൻ്റെ അടുത്ത് പരാതിയായി പോകുന്ന സമയത്ത് അയ്യോ രാഷ്ട്രീയക്കാരൊക്കെ ഉള്ളതാണ്, നിങ്ങൾ പരാതി കൊടുക്കരുതെന്നാണ് ഇരട്ടിയിലെ SHO ആണ് ആരോ പറഞ്ഞല്ല, അവർ ഉപദേശിക്കുകയാണ്. അയാൾ തന്നെ അവിടെ ഇരിക്കാൻ അർഹനാണെന്നാണ് ചോദ്യം. അയാളെ തന്നെ ഇപ്പോൾ തന്നെ മാറ്റണം. അപ്പോൾ ഇതാണ് നമ്പർ 1 കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ റിസൾട്ട്. ഞാൻ നേരിട്ട് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞു എന്നല്ല പറഞ്ഞു വരുന്നത്, അതിന് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ കേരളം 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന സമയത്ത് അതിനുള്ള പ്രതികരണമാണ് ഇത് കാണുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ആൾക്കാരുടെ പേര് ഉപയോഗിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ റോഷി അഗസ്റ്റിനോടും അതുപോലെ തന്നെ KB ഗണേഷ് കുമാറിനെ ചോദിച്ചാൽ പതിവ് മറുപടി പറയും, ഞങ്ങൾ എത്ര പേരെ കൂടെ ഫോട്ടോ എടുക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും, അതിന് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ആരോടും കൂടെ ഫോട്ടോ എടുക്കുന്ന അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്, നിങ്ങൾ അന്വേഷിക്കാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല ഇതിൽ ഒരുത്തൻ്റെ പേരെന്ന് പറയുന്നത് അഗസ്റ്റിൻ. ആ ക്രിമിനൽ PS ഉദ്യോഗസ്ഥനാണെന്ന്, മറ്റേ PSCയിൽ ജോലി ചെയ്യുന്ന PSCയിൽ ബന്ധമുള്ള ആളെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, നേരത്തെ മാധു ശരിയായ വിധം ചോദിച്ചത്, അത് ബിജു പങ്ങനെ ചോദിച്ചൊരു ചോദ്യം, നമ്മൾ അന്വേഷിക്കേണ്ട ചോദ്യമാണ്. അതായത് ഈ 40 ഉദ്യോഗാർത്ഥികൾ ശ്രീത്രയിൽ പോയി, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ഒപ്പിട്ടുള്ളതും അവരുടെ ഒപ്പൊന്ന് വെരിഫൈ ഉണ്ട്. കാര്യം അവരുടെ ഒപ്പ് തന്നെയാണെങ്കിൽ അത് അവരും കൂടി അതിൻ്റെ അകത്ത് പങ്കാളിയായി മാറുകയാണ്. അല്ലെങ്കിൽ ഫോർജ് ചെയ്താണെങ്കിൽ അവർ കേസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 40 പേരുടെ പോയ വിവരം എന്തായാലും ശ്രീത്രയിൽ ആർക്കെങ്കിലും അറിയാം, പക്ഷെ അവരും നടപടി എടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഇതിൻ്റെ അകത്ത് കോംപ്ലിസിറ്റാണ്, ഇതിൻ്റെ അകത്ത് ആരൊക്കെ കാര്യം അവിടെ തീർച്ചയായിട്ടും വന്ന് ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ സംശയിക്കും, എന്തുകൊണ്ട് തങ്ങൾ കോൾ ലെറ്റർ കൊടുക്കാത്ത ഒരു പരീക്ഷ നമ്മൾ നടത്തുന്നു, ആ കോൾ ലെറ്റർ ഇഷ്യൂ ചെയ്യാത്ത ആൾക്കാർ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അന്വേഷിക്കാൻ ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. ആ അന്വേഷണം മറ്റൊരു ക്രിമിനൽ കുറ്റം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഈ പണാപഹരം നടത്തുന്ന സമയത്ത് ഇതിന് ശേഷം ഏറ്റവും നിർണായകമായ കാര്യം ആദ്യം പറഞ്ഞ വ്യക്തി പറഞ്ഞതാണ്. അതായത് ഇവിടെ ഈ സംഭവത്തിന് ശേഷം പരാതി കൊടുത്തിട്ടും ഒരു FIR ഇട്ടതിന് ശേഷവും ഇയാൾ 30 ലക്ഷം വേറെ ആളെ പറ്റിച്ചു, അയാളെ വീട്ടിൽ വിളിച്ചു വരുത്തിട്ട്. അപ്പോൾ ഇത് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയുന്നുണ്ട്, വരും വരായികകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരാതി സ്വീകരിച്ചില്ല. അത് സ്വീകരിക്കാത്തത് കൊണ്ടും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാത്തത് കൊണ്ടും അയാൾക്ക് വീണ്ടും തട്ടിപ്പിനുള്ള സാധ്യതയും ആത്മവിശ്വാസവും ഉണ്ടാവുകയാണ്. ആത്മവിശ്വാസവും സാധ്യതയും ഒരുക്കി കൊടുത്തത് ഈ സംവിധാനമാണ്. കാരണം ഈ പരാതി സ്വീകരിക്കാത്തതുകൊണ്ടും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാത്തതുകൊണ്ടും ആ ഇരട്ടി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥൻ്റെ മനോഭാവമാണ് കേരളത്തിൻ്റെ മനോഭാവമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ വീണ്ടും തട്ടിപ്പടത്താൻ. ഇനി എത്ര തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും, എത്ര മേഖലകൾ ഇനിയും ഇത് ഈ ക്രിമിനലുകൾ, ഈ 3 ക്രിമിനലുകൾ ഒത്തുചേർന്ന് ഏതൊക്കെ തരത്തിൽ ഇനി ഒരു പ്രശ്നമുണ്ട്. ഈ 3 പേര് രക്ഷപ്പെട്ടത് എന്തുകൊണ്ട് ഇതുവരെ പിടിച്ചിട്ടില്ല? എൻ്റെ SIT അന്വേഷിച്ചത് ഇത് കേരളത്തിലെ ഈ ഡീറ്റെയിൽ ട്രാൻസാക്ഷനാണ് നടന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ട്രാൻസാക്ഷൻ നടന്നാൽ ബാങ്ക് അക്കൗണ്ട് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഇന്നത്തെ കാലത്ത്? നമ്മൾ നോട്ട് നിരോധനത്തിൻ്റെ ഓർമ്മിക്കുന്ന ദിവസമാണെന്ന് കഴിഞ്ഞ മാതൃ റിപ്പോർട്ടിൽ പറിച്ചു തീർച്ച നന്നായി. അപ്പോൾ ഡീറ്റെയിൽ കാര്യത്തിൽ നമ്മുടെ ഡീറ്റെയിൽ ഇടപാട് ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ട്രേസ് ചെയ്യുമ്പോൾ. എന്നിട്ട് ഇവരെ ട്രേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മോൻസൺ മാവുങ്കലിനെ പോലെ ഇനിയും കുറേ ഫോട്ടോകൾ പുറത്തു വരും. ഇനിയും വരെ കുറേ ഫോട്ടോകൾ, ആ ഫോട്ടോകളാണ് ഏറ്റവും നിർണായകമാണ്. കാര്യം ഇവരുടെ യഥാർത്ഥ ബന്ധം ഏതൊക്കെ അത് നമുക്കിപ്പോൾ എന്തായാലും ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനം നിൽക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സംശയം, ഇവരെ പിടിക്കാതിരിക്കുന്നതും ഇവർക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുത്തൊരു പക്ഷേ ഈ വരാൻ പോകുന്ന ക്രിമിനൽ ബന്ധങ്ങൾ കുറച്ചുകൂടി ആഴത്തുള്ളതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് സംശയത്തിൻ്റെ അടിസ്ഥാനം മാത്രമാണ്.
മറ്റൊരു കാര്യം, ഈ PSC എന്ന് വിളിക്കുന്ന മഹാപ്രസ്ഥാനം ഒരു കാര്യം മാധു, സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നമുക്കെല്ലാം ബഹുമാനമുണ്ട്, PSC ജോലികൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. പക്ഷേ ഇത് തിരുവനന്തപുരത്ത് നടന്നില്ലേ? തിരുവനന്തപുരത്ത് ആൾമാറാട്ടം നടത്തി പരീക്ഷ നടത്താൻ ശ്രമം നടത്തിയില്ലേ? മാത്രമല്ല ഈ കോഴിക്കോട് ഒരു CPM-ൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തെ നടപടിയെടുക്കാനുള്ള കാരണമായി മാറിയത് PSC അംഗത്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതില്ലാതെ പിന്നെ നിഷേധിക്കപ്പെട്ടുവെങ്കിൽ കൂടി ആ നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നിയമനമായിട്ടുള്ള PSC അംഗത്തിന് PSC അംഗമായി നിയമിക്കാൻ വരെ പൈസ കൊടുത്ത് നിയമിതരാകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒട്ടനവധി ആരോപണം നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഘടകകക്ഷികളാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. ഞാൻ CPM ഘടകകക്ഷികളെ കുറിച്ചുള്ള ആരോപണമുണ്ട്. കാര്യം PSC നിയമനത്തിന് വേണ്ടി, PSCയിലെ അംഗത്വ നിയമനത്തിന് വേണ്ടി പൈസ മേടിച്ച് അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിനെ പുറത്ത് നിങ്ങൾക്ക് അറിയാലോ, മുമ്പ് ഒരു കേരളത്തിൻ്റെ ഘടകകക്ഷിയുടെ അകത്ത് 2 സ്പ്ലിറ്റ് ഉണ്ടായി PSC നിയമനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രമാത്രം രാഷ്ട്രീയവൽക്കരിച്ച് ഇതിനെ ഗുണഭോക്താക്കളും പ്രധാനപ്പെട്ട ചില എഴുത്തുകാരും ഗുണഭോക്താക്കളാണ് കേട്ടോ. നമ്മുടെ പുരോഗമന സ്ഥല സാഹിത്യകാരന്മാരും ഈ PSC അംഗത്വം ലഭിച്ചതിന് ഗുണഭോക്താക്കളെ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ച് അഴിമതിവൽക്കരിച്ച് പ്രസ്ഥാനം തന്നെ കെട്ടിപ്പൊക്കി. അതിൽ ഒരു പക്ഷേ CPM-നെയോ ഇടതുപക്ഷം മാത്രം കുറ്റം പറയേണ്ട കാര്യം UDF-നും ആ ഒരു പാരമ്പര്യം തന്നെയാണുള്ളത്. കാര്യം ഇതിനെ ആരും നശിപ്പിച്ച് നാശോന്മുഖമാക്കിയതിൽ വലിയ പങ്ക് അവരും വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ആരാണ് ഇരയാവുന്നത്? ഈ സാധാരണ മനുഷ്യർ, ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ. നമുക്ക് ഇരകളിൽ ഒരുപാട് കുറ്റം കണ്ടെത്താം, കാര്യം അവർക്ക് അന്വേഷിക്കേണ്ടതല്ലേ, അവരിങ്ങനെ പറ്റിക്കപ്പെടുന്ന. ശരി, നമുക്ക് ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്താൻ പറ്റും, ഡീറ്റെയിൽ അറസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ കുറ്റം. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ വെച്ചിട്ട് കേരളത്തിൽ മാത്രമാണ്, ഇവിടെ മധ്യപ്രദേശിലെ കണ്ടു ഈ അവിടുത്തെ ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയുള്ള വ്യാപം ഒരു തട്ടിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സർക്കാർ ഉദ്യോഗത്തോടും അതുപോലെ പൊതുമേഖലാ സ്ഥാപനത്തോടൊക്കെയുള്ള തൊഴിൽ സ്ഥാപനത്തോട് താല്പര്യം കൊണ്ട് ആൾക്കാർ പലതും ചെയ്യും. ഇനി അന്വേഷിക്കേണ്ട കാര്യം, ഇവിടെ ഈ PSC-യെ ബന്ധപ്പെട്ടും ശ്രീധര മാത്രമല്ല, കേരളത്തിൽ ഒട്ടനവധി പൊതുമേഖല മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ കേരളത്തിൽ നേരെ സൂചിപ്പിച്ച കോപ്പറേറ്റീവ് സ്ഥാപനമുണ്ട്, മിൽമയുടെ കാര്യം സൂചിപ്പിച്ചു. ഇതിലൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്, തൊഴിൽ തട്ടിപ്പ് നടന്നുള്ള കാര്യം ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ അന്വേഷണം നടക്കാതിരിക്കാനാണ് ഇത് മുന്നോട്ട് പോകാതെന്നാണ് എൻ്റെ സംശയം.